നമ്മുടെ നിത്യഹരിത നായിക നടി ഷീലാമ്മയ്ക്ക് അഭിനയം, സംവിധാനം, നിർമ്മാതാവ് എന്നിവയിലപ്പുറം മറ്റൊരു കഴിവ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ആർക്കൊക്കെ അറിയാം. എന്നാൽ അത്തരത്തിലുള്ളൊരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ വലിയൊരു പിൻബലമാണ്. മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി അതൊരു പിൻബലമാണ്. ഇതൊക്കെ പിന്നെ എല്ലാവരും പറഞ്ഞാണ് വീണ്ടും പറഞ്ഞത്. മകരി സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുന്ന കൺസെപ്റ്റ് അതിന് വരച്ചാണ് ഇൻസ്പിറേഷൻ. കുട്ടിക്കുപ്പായം, ഉമ്മാച്ചു, അങ്ങനെ ഒരുപാട് മുസ്ലിം കഥാപാത്രങ്ങളുടെ സിനിമകൾ ചെയ്തു. അതൊക്കെ വരച്ചിട്ടുണ്ട്. മറ്റേത് അവിടെ കണ്ട കുട്ടിക്കുപ്പായം, മറ്റതിൻ്റെ ഇപ്പുറത്ത് ആ വെയിറ്റിംഗ്, അതെല്ലാം കോഴിക്കോടിനെ ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ. പൂക്കാച്ചാല് സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പൂക്കൾ വിൽക്കാനിരിക്കുന്ന അവരെ ഒരു പടമൊക്കെ എടുക്കും, അല്ലെങ്കിൽ അത് നോക്കി ഓർമ്മയിൽ നിന്ന് വരയ്ക്കുന്നതാണ്. ഇതാണ് ഇത് കുങ്കുമൊക്കെ വെക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് വരണം. ഇത് എനിക്ക് അബൌട്ട് 35 years old. ഇത് ഷീലാമ്മയുടെ ചെമ്മീൻ എന്ന സിനിമയിലെ കറുത്തമ്മ എന്ന കഥാപാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ആ സിനിമ കണ്ടിട്ടുള്ളവരാണ്. ആ ഒരു സീനാണ് അതിലുള്ള അഭിനയിച്ചിട്ടുള്ളൊരു സീനും ഒരു സീക്വൻസാണ് അവിടെ വരച്ചിട്ടുള്ളത്. ഷീലാമ്മ പ്രധാനമായും തൻ്റെ കഥാപാത്രങ്ങളെ അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മനസ്സിനക്കരയിലുള്ള കൊച്ചു തെരേസയാണ്. അതുപോലെ തന്നെ തൻ്റേതായ രീതിയിലുള്ള ഒരു സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഷീലാമ്മയുടെ ഉമ്മാച്ചു എന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ്. ഈ ഉമ്മാച്ചു എന്ന സിനിമ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോടുകാർക്ക് വേണ്ടി പ്രത്യേകം വരച്ചിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് എന്താണ്, ആ ഒരു നിസ്കാര സമയം, മഗ്രിബ് നിസ്കാര സമയത്ത് പ്രാർത്ഥന ായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് വരച്ചിട്ടുള്ളത്. സ്റ്റാർ ആർട്ട് സർപ്രൈസിൻ്റെ നേതൃത്വത്തിലാണ് ഈ മനോഹരമായ ചിത്ര പ്രദർശനം നടത്തിയിരിക്കുന്നത്. ചിത്രത്തിൽ നിന്ന് കിട്ടുന്ന തുക മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നടി ഷീലാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരഭിനയിച്ച കഥാപാത്രങ്ങളോടൊപ്പം ഇനി ഈ ചിത്രങ്ങളും കൂടെ ഉണ്ടാകും.